ഡിയേഴ്സ്, നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റിൽ സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരാണോ? ഒരു റിലാക്സേഷന് വല്ലപ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ഓഫീസിൽ വാഷ്റൂമിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ, നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടൊരു റൂമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണോ? വല്ലപ്പോഴും, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി അഡിക്റ്റായിട്ട് ചെയ്യുന്നവരാരല്ല, വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? ഒരാഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്നേ? അത് അവിടെ നിന്ന് ചെയ്യാൻ പാടുണ്ടോ? നല്ല അസുഖം വരുമോ നോക്കാം അല്ലേ? ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 70% ആൾക്കാരും എന്താണ് അങ്ങനെ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ രോഗം വന്നിരുന്നു, ലൈംഗിക രോഗം ഇങ്ങനെ ഉണ്ടായി, എനിക്ക് ചിലപ്പോൾ ഞാൻ പബ്ലിക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണോ, അങ്ങനെ കുറേ ഡൗട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. കൂടുതൽ പേരും ആൾക്കാർ പറയുന്നതാണ് പെട്ടെന്ന് ശുക്ലം പോകുന്നു എന്നുള്ള കാര്യം. ഇതിന് 2 കാരണങ്ങളുണ്ട്. മാനസികമായിട്ടുള്ള കാരണമുണ്ട്, ശാരീരികമായിട്ടുള്ള കാരണമുണ്ട്. മാനസികമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റിയോ, എൻ്റെ ശരീരം പോരാ, അല്ലെങ്കിൽ എന്നെ അവൾ ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയുള്ള ആങ്സൈറ്റിയോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ലൈംഗികപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ട്രോമകളുണ്ടെങ്കിലോ, അതും അല്ലെങ്കിൽ ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ശുക്ലം പോയേക്കാം. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ BP ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ല ഡയബറ്റിക്, ഇങ്ങനെയുള്ള ചില രോഗങ്ങൾ കാരണം അങ്ങനെ വരാം. അപ്പോൾ നിങ്ങൾ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റിയൊരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേയൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന ഇതും ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി വരും. മാൻഷോൻ്റെ പ്രൊലോങ് സപ്ലിമെൻറ്റ് കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും ശുക്ലം വേഗം പോകുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഉദ്ധാരണശേഷി കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിൽ ഹോണി കോട്ട് ഫീഡ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റാമിന കൂട്ടാൻ മാത്രമല്ല സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മാത്രമല്ല മസിൽ സ്ട്രെങ്ത് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ ജിൻസെങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കൂട്ടാനും സ്ട്രെസ് ലെവലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതാട്ടോ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ താൽമക്കാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ ശുക്ലത്തിൻ്റെ കട്ടിയും ഇതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ടേഷനോട് കൂടിയിട്ടാണ് ഇത് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് മാൻഷോർ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ ഫ്രീ കൺസൾട്ടേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്കും ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് എടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു റിലാക്സേഷന് വേണ്ടി, നിങ്ങളുടെ ബോഡൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ സ്ട്രെസ് ഫ്രീ ഒക്കെ ആവാൻ വേണ്ടി ഇടയ്ക്കൊക്കെ പബ്ലിക് ടോയ്ലറ്റിലൊക്കെ കയറിയിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരാണോ? ഓഫീസിൽ കുറച്ചൊരു റിലാക്സേഷന് വേണ്ടി വാഷ്റൂമിൽ പോകുമ്പോൾ ചെയ്യുന്ന ആൾക്കാരാണോ? അതുപോലെ തന്നെ നിങ്ങൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ നിങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്ന ആളുകളാണോ? ഇത് ചെയ്ത പ്രശ്നമാണോ? ഒരു പ്രശ്നമില്ല. നിങ്ങളൊരു റിലാക്സേഷന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കൂടുതൽ പേർക്ക് ലൈംഗിക രോഗം ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ്. ഇപ്പോൾ ടോയ്ലറ്റ് സീറ്റിലാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ലൈംഗിക രോഗമുള്ള ഒരാൾ കയറിയെന്ന് വെച്ചോ, അവർ ശുക്ലോ അല്ലെങ്കിൽ രക്തമോ എന്തെങ്കിലും ഒക്കെ അവിടെ ആയെന്ന് വെച്ചോ, ഓക്കെ, വിത്തിൻ 10 സെക്കൻഡ് വരെയൊക്കെ ഈ രോഗാണുക്കൾ ജീവിച്ചിരിക്കത്തുള്ളൂ. അറ്റ്മോസ്ഫിയറിലാണെങ്കിലും ആ ടോയ്ലറ്റ് സീറ്റിലൊക്കെ ആണെങ്കിലും 10 സെക്കൻഡിനുള്ളിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ഭാഗത്ത് അത് പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുറിവിലൊക്കെ പറ്റുകയാണെങ്കിൽ അവർക്കുണ്ടാവാം. പക്ഷേ അവരെന്തായാലും ക്ലീൻ ചെയ്ത് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ 10 സെക്കൻഡൊക്കെ കഴിയും അല്ലേ? അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള അസുഖം ഉണ്ടാവുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു HPV ഒക്കെ എനിക്ക് വന്നു, എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ. സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരുമ്പോഴേ അത് സംഭവിക്കത്തുള്ളൂ. അതായത് ലൈംഗികത്തിലൂടെ തന്നെ അത് ഉണ്ടാവുന്നത് കേട്ടോ. അതുപോലെ അന്തരീക്ഷത്തിലാണെങ്കിലും ടോയ്ലറ്റ് സീറ്റിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗത്ത് ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ ടിഷ്യൂസൊക്കെ വേണം അതിനൊന്ന് ഗ്രോ ചെയ്യാനോ അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് ജീവിച്ചിരിക്കത്തില്ല. എന്നാലും ഇപ്പം നിങ്ങൾ ലൈംഗിക രോഗമുള്ള ആളുകളാണെങ്കിൽ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്ലഷൊക്കെ ചെയ്ത് ക്ലീനാക്കി ടോയ്ലറ്റ് പേപ്പറൊക്കെ യൂസ് ചെയ്തോ, അല്ലെങ്കിൽ എന്താ പറയുക, ക്ലീനാക്കി വെക്കാൻ വയ്ക്കുക. അതുപോലെ ഉപയോഗിക്കാൻ കയറുന്നവരും ക്ലീൻ ചെയ്തതിന് ശേഷം അതിലിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ റെയറായിട്ട് ഹാപ്പൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള വൈറസൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സ്വകാര്യ ഭാഗത്തായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കയറി ചെന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെന്തായാലും ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നാലും ഈ 10 സെക്കൻഡ് വരെയൊക്കെ ഇത് ജീവിച്ചിരിക്കത്തുള്ളൂ. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B പോലെയുള്ളതൊക്കെ വളരെ റെയറായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
ഒരു കാര്യം കൂടി പറയാം, അഡിക്റ്റായിട്ട് എപ്പോൾ ചെയ്യണം, പണി വരെ മാറ്റി വെച്ച്, ഓഫീസിലെ പണി വരെ മാറ്റി വെച്ച് പോയി ചെയ്യുന്ന ഒരു കാര്യമല്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് റിലാക്സേഷന് പോയിട്ട് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.